ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗെയിമുമായിട്ടാണ്. അപ്പോൾ എന്നും നമ്മൾ ഡെക്കോ ഐറ്റംസും ജേർണലും ഒക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഗെയിം ആയാലോ? അപ്പോൾ ഇന്ന് കാർഡ്ബോർഡ് വെച്ചുള്ളൊരു പസിൽ ഗെയിമാണ് ചെയ്യുന്നത്. അതിന് ഞാൻ എടുത്തേക്കുന്നത് ഒരു കട്ടിയുള്ള 2 കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അതിൽ 18 സെൻറ്റിമീറ്ററും 11 സെൻറ്റിമീറ്ററും ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്കൊരു പടം വേണം. നമുക്കിഷ്ടം വരയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ് തന്നെ ചെയ്യാം കേട്ടോ ഇതേപോലെ. അപ്പോൾ ആ ഒരു അളവിന് വെച്ച് വേണം നമ്മൾ ആ കാർഡ്ബോർഡ് കട്ട് ചെയ്യാനായിട്ട്. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു പടത്തിൻ്റെ ഒരു കാർഡ്ബോർഡ് എടുത്ത് ആ ഒരു പടം മുകളിലോട്ട് വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പം ആ ഒരു പടത്തിനേക്കാളും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ പസിൽ ചെയ്യുമ്പോൾ ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അതുകൊണ്ട് എനിക്കങ്ങനെ പറ്റിയായിരുന്നു. ലാസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ലാസ്റ്റാണ് എനിക്കത് കത്തിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ. അതിന് ശേഷം ആ മുകളിലത്തെ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. അതും എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് വരെ കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ ഇപ്പോൾ ചോദിക്കും ഇതെന്തിനാ എന്നുള്ളത്. ലാസ്റ്റ് വരെ കണ്ടു നോക്കേ. അതിന് ശേഷം നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന പടം ആ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ഒരു കാർഡ്ബോർഡ് ഈ ഒട്ടിച്ച കാർഡ്ബോർഡ് നമുക്ക് എത്ര അളവിലാണോ ഗ്രിഡ് വേണ്ടുന്നത് അത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാം ഒരേ അളവിലായിരിക്കണം. എന്നാലല്ലേ ഒരേ കണക്ക് നമുക്ക് നീങ്ങാൻ പറ്റും. അതുകൊണ്ടാണ് ഒരേ കണക്ക് കട്ട് ചെയ്ത് മെഷർ ചെയ്ത് കട്ട് ചെയ്യണേ. അതപ്പം നമ്മൾ എടുക്കുന്ന പടം അനുസരിച്ച് മെഷർമെൻറ്റിന് വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഞാനിത് കറക്റ്റ് മെഷർമെൻറ്റ് പറയാത്തത്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പം കുറച്ച് തലയൊക്കെ ഒന്ന് പുകഞ്ഞ് കണക്കൊക്കെ കൂട്ടി ചെയ്താൽ മതി. നമുക്ക് കിട്ടും, പറ്റും നമ്മളെക്കൊണ്ട്. അങ്ങനെ നമുക്ക് ഇത് വരച്ച് എടുത്തിട്ട് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം. അപ്പം എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഇൻസ്റ്റ അക്കൗണ്ടും കൂടെ ഫോളോ ചെയ്യണേ. ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, മറക്കല്ലേ. അതിനുശേഷം നമുക്ക് ഈ ഓരോ പീസും കട്ട് ചെയ്ത് എടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതാ ഇതേപോലെ കിട്ടും. കണ്ടോ, കൊള്ളാമല്ലേ. അതിനുശേഷം നമ്മൾ ആ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹോളുള്ള കാർഡ്ബോർഡിൻ്റെ മുകളിലോട്ട് മറ്റേ കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കണം. ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയേ. ഞാൻ ഒരേ കട്ടിയുള്ള കാർഡ്ബോർഡല്ല എടുത്തേക്കുന്നത്, 2 കട്ടിയുള്ളത്. അത് നമുക്ക് കയ്യിൽ ഏതാണോ ഉള്ളത് അത് എടുത്താൽ മതി. അങ്ങനെ ഇന്നതൊന്നുമില്ല. പിന്നെ ഞാൻ ആദ്യമേ വിചാരിച്ചു ഫുള്ള് കളർ അടിക്കാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം തന്നെ ചെയ്തെടുത്ത കുറച്ച് സ്റ്റിക്കേഴ്സാണ് നമ്മൾ ഗമ്മ് വെച്ച് ഒന്ന് ഒട്ടിച്ച് ആ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത ഓരോ പീസ് ഉണ്ടല്ലോ നമ്മുടെ മിക്കി മൗസിൻ്റെ, അതങ്ങോട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അറേഞ്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പസിൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ആ മുകളിലത്തെ ഭാഗം എന്തിനാണെന്ന് മനസ്സിലായോ? ആ മുകളിലത്തെ ഭാഗം നമ്മൾ ഇതേപോലെ ഓരോന്ന് മുകളിലോട്ട് പിന്നെ സൈഡിലോട്ട് ഇങ്ങനെയൊക്കെ മിക്സ് ചെയ്യുക. നമ്മൾ സാധാരണ ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഞാനൊരു 9 പീസായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റ്, ഇപ്പോൾ വലിയ ആൾക്കാരൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പണി കൊടുക്കാം എന്നുള്ളത്. അതേപോലെ നമുക്ക് ഫോട്ടോസൊക്കെ ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ ബർത്ത്ഡേക്കോ ആർക്കെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ ഇതേപോലെ ഫോട്ടോസ് അങ്ങനെ കട്ട് ചെയ്ത് ഇതേപോലെ ചെയ്ത് കൊടുത്താൽ അവരിരുന്ന് കണ്ടുപിടിക്കും. സമയവും പോവും, നമുക്കൊരു സന്തോഷമാവും. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ ഏത് ക്രാഫ്റ്റ് വേണമെന്നുള്ളതും പറയാൻ മറക്കണ്ട.